ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം ഈ കാലഘട്ടത്തിനനുസരിച്ച് ആസ്വദിക്കാനും ആഘോഷിക്കാനും ആഗ്രഹിക്കുന്നവരാ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 7 തിരുസഭ 2 വ്യക്തികളെ വിശുദ്ധരായി വണങ്ങി. വിശുദ്ധ കാർലോ അക്വിറ്റസും വിശുദ്ധ പിയർ ജോർജിയോ ഫ്രസാത്തിയും. ഇവരുടെ 2 പേരുടെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും, വായിച്ചിട്ടുണ്ടാവും. 2 പേരും ജീവിതം ആഘോഷമാക്കിയവരാ. ഫുട്ബോൾ പ്ലെയറാണ്, ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, നീന്തൽ വിദഗ്ധരാണ്, പർവ്വതാരോഹണം നടത്തിയവരാണ്, കൂട്ടുകാരൊത്ത് മേളൊടിച്ചവരാണ്. ഇങ്ങനെ ജീവിതം ശരിക്കും ത്രില്ലാക്കിയവരാണ് 2 പേരും. ഇവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ 2 പ്രധാന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒന്ന്, ഈശോയെ അറിയാനും സ്നേഹിക്കാനും സാധിച്ചു. വ്യാപരിച്ചിടങ്ങളിലും പോയ സ്ഥലങ്ങളിലൊക്കെ ഈ ഈശോയെ കൊടുക്കാനും ഈശോയുടെ സ്നേഹം അറിയിക്കാനും സാധിച്ചു. രണ്ടാമത്തേത്, തങ്ങളുടെ സമ്പത്തും കഴിവും മികവും പ്രാഗൽഭ്യവും പഠനവും ജോലിയും എല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിച്ചു. ഈശോനാഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതും ഇതന്നെയായിരുന്നില്ലേ? നിങ്ങൾക്ക് ദൈവസ്നേഹവും സഹോദര സ്നേഹവും വേണം. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിശുദ്ധരാവുന്നേ. നമുക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിതം ആഘോഷാക്കാനും ത്രില്ലടിക്കാനും മേളടിക്കാനും ആസ്വദിക്കാനും എല്ലാം സാധിക്കും. ഈ 2 കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികൾക്ക് വേണ്ടി, നിങ്ങളുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഈ 2 വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഒപ്പം കുട്ടികളെ, യുവജനങ്ങളെ, ഈ 2 പേരെ ഒന്ന് ഫോളോ ചെയ്യാൻ നമുക്കൊന്ന് പരിശ്രമിച്ചാലോ? നമ്മളൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഫ്രണ്ട്സ് ഗ്രൂപ്പുകളും ഫോളോവേഴ്സും ഉള്ളവരാ. നമുക്കും ഈ 2 വിശുദ്ധാത്മാക്കളെ ഒന്ന് ഫോളോ ചെയ്ത് ഒരു യൂത്ത് വൈബ് നമുക്ക് സൃഷ്ടിച്ചാലോ? ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.